ഗായ്സ്, അപ്പം ഞാനിന്ന് എങ്ങനെ പോണേന്നറിയോ? താഴത്തേക്ക് വരാട്ടോ ഞാൻ പോണത്. എൻ്റെ ചേട്ടനും ആളുടെ ഫ്രണ്ടും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പൽസീഫിലാണ്. അപ്പോൾ അവർ കരാമയിലെത്തുമ്പോൾ അവരെന്നെ വിളിക്കും. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. ഇവിടെ കാണാം, ഇവിടെ നല്ലതാണ്. ഇവിടെ കുറച്ച് ലേറ്റ് ഉണ്ട്. ഞങ്ങളുടെ റൂമിലത്തൊക്കെ ലേറ്റ് ഒരു ബ്ലറ് കൂടുതലാണ്. അതുകൊണ്ട് വൃത്തിമര്യാദയ്ക്ക് കിട്ടിയില്ല. പിന്നെ ബാൽക്കണി പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് നല്ല ചൂടാണ്, പുറത്തെടുക്കാൻ പറ്റണില്ല. അതാണ് മെയിൻ പ്രശ്നം. 2 ദിവസമായി പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് ഓഫീസിൽ നല്ല പണിയായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് തലവേദന എടുത്ത് ഉറങ്ങായിരുന്നു. അപ്പം ഗൈസ് അവരെത്തിയിട്ടുണ്ട്. നമുക്കിനി അവരെ കാണാൻ വേണ്ടി പോവാം. അപ്പോഴത്തേക്ക് അവരൊക്കെ താഴത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കാറ് അവിടെ നിന്ന് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കാറിലൊക്കെ കയറി കരാമേല എന്നെ എടുത്ത് തന്നെ പോയി. ഞങ്ങൾ ഒരു അരമണിക്കൂർ ഞാൻ അവരായിട്ട് ചിലവഴിച്ചു. എന്നിട്ട് ഞങ്ങൾ 4 പേർക്കും ചായയും 2 പേര് ചായയും 2 പേര് കോഫിയും കേട്ടോ. പിന്നെ സമോസയൊക്കെ മേടിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ മില്ലിലേക്ക് പോയി. അവന് അരി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ദേ അവർ തിരിച്ചു പോവാണ്. ഒരു ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേച്ചീനെ കണ്ടിട്ട് കുറേ നാളുകളായി. ഇതേ ഞാൻ പറഞ്ഞ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോവാണ്. എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? രശ്മിയുണ്ട്, പോകുന്നു. വീണ ഹായ് പറ. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോണത്. അപ്പം ഇതാണ് മറ്റേ പാവേനെടുക്കലൊക്കെ ഇല്ലേ ഈ സംഭവം. അത് കണ്ടപ്പോൾ ഞാൻ എടുത്തോന്നുള്ളൂ കേട്ടോ. പക്ഷേ കുറേ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കാണ്. ഇവിടെ കണ്ട ഗൈസ്, ഇവിടെ ജാതി തിരക്കണ്ട. ഇത് കണ്ട നമ്മുടെ വെയിറ്റിംഗ് മെഷീൻ. നമ്മളിതിലിങ്ങനെ വൃദ്ധാമർത്തും. ഗായ്സ്, പൂച്ച, നിങ്ങൾ ദുബായിൽ വന്നിട്ട് പൂച്ചനെ കണ്ടിട്ടുണ്ടോ? ഹായ്, ഹലോ. നമ്മളിപ്പോ ബുർജുമാ മാളിലെത്തിയിട്ടുണ്ട്. നമ്മൾ മാളിൽ കയറാൻ പോട്ടോ ഗായ്സ്. അപ്പൊ ദേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് രശ്മിയുടെ അച്ഛന് വേണ്ടിയിട്ടാണ്. അച്ഛന് ഡ്രസ്സ് എടുക്കാൻ വരുന്നതാണ്. നോക്കൂ, നമ്മൾ മാക്സിലാട്ടോ കയറിയിട്ടുള്ളത്. ഇവിടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. രശ്മി ഏത് സൈസാണ് രശ്മി നോക്കുന്നത് അച്ഛന് വേണ്ടിയിട്ട്? വലിയ സൈസ്. രശ്മിയുടെ അച്ഛൻ കോളർ ഉള്ളതും ഫുൾ സ്ലീവ് ഒന്നും ഇടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ സ്ലീവ്ലെസ് ആണ് നോക്കുന്നത്. ടീഷർട്ടുകളാണോ നോക്കണേ? കളർ കൊള്ളാം, പക്ഷെ ഇതിൽ വേറെ കളർ. വീഡിയോയിൽ നോക്കുമ്പോൾ പച്ച കളറല്ല. അപ്പം അതേ ഷർട്ട് നോക്കുന്നതാണ്. ഇവിടെ നല്ലതാ. പക്ഷെ അച്ഛന് 3XL ഒക്കെ വേണോ? അച്ഛൻ അതിന് അത്രയ്ക്ക് തടിയുണ്ട് ഇല്ലല്ലോ. അച്ഛന് ലൂസിലെ ഇഷ്ടം. അങ്ങനെയല്ല, ഇൻ കേസ് ടൈറ്റ് ആയി കഴിഞ്ഞാലോ? ഓ അറിയില്ല. പക്ഷെ അച്ഛന് ഇത്ര വലുത് വേണമെന്നൊരു ഡൗട്ട്. പക്ഷെ താമ്പിള്ളേരുടെയാണ്. എനിക്ക് വലിയ കളക്ഷൻ ഒന്നും പറയാനൊന്നും അറിയില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത് മതിയായിരിക്കും. ഗൈസ്, ഇപ്പം നമ്മൾ ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് എത്തി. ഇനി രശ്മിക്കുള്ള പർച്ചേസ്. ഞാനൊന്നും വാങ്ങിക്കണില്ല കേട്ടോ, രശ്മിയും വീണയും വാങ്ങിക്കണുണ്ട്. അപ്പോൾ അവർ 2 പേരും പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഫുള്ള് കണ്ണാട കണ്ടപ്പോൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തന്നു ചോദിച്ചു. ഗൈസ്, ഇത്ര ഷെയ്ഡ് നോക്കിയിട്ട് കാണിച്ചു കൊടുക്കും.
സൺഗ്ലാസ് നോക്കി, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കത് വെച്ചിട്ടൊന്നും മനസ്സിലാവണില്ല, ഒന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ ഇത് എൻ്റെ രശ്മിയുടെ അടുത്ത ഷോ. നല്ല അടിപൊളി ഷൂ അല്ല കേട്ടോ, ഹീല്. അടിപൊളി ഹീൽ. ഇതിൻ്റെ വില എത്രയാണെന്ന് കാണാം. 149 ദിർഹംസ്. നോക്ക് ഫുള്ള് ഡ്രസ്സാട്ടോ. ഇത് വേറെ കടയാ. ഞങ്ങളിവിടെ കുറേ ഡ്രസ്സ് കടയിൽ കയറുന്നുണ്ട്, പക്ഷേ സ്പ്ലാഷിലാണ് ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത്. പല പല വെറൈറ്റികളുണ്ട്, പക്ഷെ ഞാനൊന്നും എടുക്കണില്ല. ഇനി ഒരു കൺസീലർ അപാരതയാണ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കൺസീലർ ഇടാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഇത് നല്ല ഷെയ്ഡാണ്, ഇത് എൻ്റെ സ്കിന്നിന് യോജിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കതൊക്കെ ഇട്ടിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾ കൂടുതലാണ്. എനിക്കൊന്നും പോയ പോലെ ഒന്നും തോന്നിയൊന്നുമില്ല. അപ്പം ഞാനൊന്നും വാങ്ങിച്ചില്ല. രശ്മി വാങ്ങിച്ചു കേട്ടോ. രശ്മി എടുത്തു. നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. കയറിയപ്പോൾ സമയം നമ്മൾ എത്ര മണിക്ക് ഇവിടേക്ക് കയറിയ? ഒരു 6:30 ഉണ്ടാവും അല്ലേ? 7:30. ഇപ്പം എത്ര മണിയായി? 9 മണിയാ. 9:15 കേട്ടോ. എല്ലാം കിട്ടി. രശ്മി എല്ലാം മേടിച്ചില്ലേ? രശ്മി പറ. രശ്മി വീണെല്ലാം മേടിച്ചില്ലേ? വീണ അവർ രണ്ടുപേരും കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ചു പോവാം. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇവിടെ കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങണം. ഇങ്ങനെ നടക്കാണ്. ഇവിടെ നിന്ന് ദൂരെ ഇപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പാർക്കിങ്ങിലൂടെ ഇറങ്ങി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ദൂരം നടക്കാനുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കയറിയെടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊന്നും മനസ്സിലാവില്ല. ട്രാഫിക് കണ്ടു ഗൈസ്. നല്ല ട്രാഫിക് ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞങ്ങളുടെ കരാമയിൽ നിന്ന് ഇവിടെ നിന്നൊന്ന് കടന്ന് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ എത്ര മണിക്കൂറുകൾ ഇവിടെ കിടക്കണം എന്നറിയോ? നല്ല ട്രാഫിക്കാണ് ഇവിടെ. ഈ സമയത്ത് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാലും പണിയാണ്. പിന്നെ ഇവിടെ പേ പാർക്കിംഗ് ആണല്ലോ. നാളെ ഫുള്ള് ഫ്രീ പാർക്കിംഗ് ആണ്. ഇന്നൊക്കെ പേ പാർക്കിംഗ് കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഇവിടെ ഇനി ഞാൻ ഈ ഭാഗം കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതാണ് ഇപ്പം നമ്മൾ കയറിയ നാടില്ലേ, കുറച്ച് മണ്ണാട്, അതാണ് കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണത് ഗൈസ്? പറ, എങ്ങോട്ടാ പോണ്? ഞങ്ങളുടെ സ്വർഗത്തിലേക്ക്. എങ്ങടാ പോണത് പറ. അർച്ചനയുടെ ശമ്പളം കിട്ടി കഴിഞ്ഞിട്ട് ഇനി ട്രീറ്റ് പറ. നമ്മളിനി എങ്ങോട്ടാ പോണത് പറ, പെട്ടെന്ന് പറ. അപ്പം ഞങ്ങളുടെ എല്ലാ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് റൂമിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.